എല്ലാവർക്കും ടാലൻറ്റ് ഹണ്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ കേരള പാഠാവലിയിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് A+ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അത്യാവശ്യം നല്ല ലെവലിൽ കൂടിയിട്ടുള്ള ചോദ്യങ്ങൾ. ഇത് കഴിഞ്ഞ വർഷം നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ചോദ്യങ്ങളാണ്. നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്താണ്? പ്രതികരണക്കുറിപ്പാണ്. വയലുകൾ നികന്നെങ്ങും നഗരതീ വിഭവങ്ങൾ വിളമ്പുന്ന മണിമേട് ഉയർന്നു വാനിൽ. വയലുകൾ നികത്തി പകരം മണിമേടകൾ ഉയരുന്ന വിഷയം ശ്രദ്ധയിൽപ്പെട്ടില്ലേ? നിങ്ങളുടെ പ്രതികരണം ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമുക്കറിയാം, ഇപ്പം നമ്മുടെ വയലുകൾ എല്ലാം നമ്മൾ നികത്തി അവിടെ വലിയ ബിൽഡിങ്ങുകളും നഗരങ്ങളും ഒക്കെ ആക്കാനുള്ള ശ്രമത്തിലാണ് അല്ലേ? അപ്പോൾ ഇതിനായിട്ട് നിങ്ങളുടെ പ്രതികരണം എന്താണ്? ഈ ഒരു സംഭവമായിട്ട് നിങ്ങൾ എങ്ങനെയാണ് പ്രതികരിക്കുക? അങ്ങനെ ഒരു പ്രതികരണക്കുറിപ്പാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ നമുക്കിവിടെ ഒന്ന് നോക്കിയാലോ. ഈ ഒരു പ്രതികരണക്കുറിപ്പിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇതേ ചോദ്യങ്ങൾ തന്നെ ആയിരിക്കണം എന്നില്ല, പക്ഷെ നമുക്ക് പൊതുവായിട്ടുള്ള ഇങ്ങനെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ചോദ്യങ്ങൾ നമ്മളെ പാഠത്തിൽ നിന്നൊക്കെ ചോദിക്കാവുന്നതാണ്. നിങ്ങളിത് മനസ്സിലാക്കി വെക്കുക. മുഴുവനായിട്ട് അതേപോലെ പഠിക്കണമെന്ന് പറയുന്നില്ല. അപ്പോൾ നമ്മൾ പറയാറുണ്ട്, ഏതൊരു കുറിപ്പായാലും പ്രതികരണക്കുറിപ്പ്, അനുഭവക്കുറിപ്പ്, അങ്ങനെയുള്ള ഏതൊരു കുറിപ്പ് നമ്മൾ തയ്യാറാക്കുമ്പോഴും ആദ്യം നമ്മൾ എന്ത് കൊടുക്കണം? അതിന് നല്ലൊരു തലക്കെട്ട് കൊടുക്കണം അല്ലേ? വികസനത്തിൻ്റെ പേരിൽ നഷ്ടമാകുന്ന പച്ചപ്പ് അല്ലേ? വയലുകളൊക്കെ നികത്തുന്നത് കൊണ്ട് തന്നെ നമുക്കതിനെ പച്ചപ്പ് എന്ന് തന്നെ പറയാം അല്ലേ? നഷ്ടമാകുന്ന പച്ചപ്പ്. ഇവിടെ കോയക്കട്ട എന്ന കവിതയിൽ പരാമർശിച്ചിരിക്കുന്ന, പാഠപുസ്തകത്തിലേ എന്നുള്ളത് വേണ്ട കേട്ടോ, അത് ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. ഇവിടെ കോയക്കട്ട എന്ന കവിതയിൽ പരാമർശിച്ചിരിക്കുന്ന ഈ വരികൾ ഇന്നത്തെ സമകാലിക എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെയുള്ള വേർഡ്സൊക്കെ ഓർത്ത് വെക്കുക. നിങ്ങൾക്ക് ഇതൊക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള വേർഡ്സ് ഉൾപ്പെടുത്തിയാൽ. സമകാലിക എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ലോകം നേരിടുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി പ്രശ്നങ്ങളിൽ ഒന്നിലേക്കാണ് നമ്മുടെ വിരൽ ചൂണ്ടുന്നത്. പച്ചപ്പ് നിറഞ്ഞ നെൽവയലുകളും കുളങ്ങളും നികത്തി അവിടെ കൂറ്റൻ കോൺക്രീറ്റ് മന്ദിരങ്ങളും നഗരങ്ങളും ഉയർത്തുമ്പോൾ നാം കൈവരിക്കുന്നത് യഥാർത്ഥ വികസനമല്ല, മറിച്ച് നാശത്തിൻ്റെ തുടക്കമാണ്. വയലുകൾ കേവലം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഇടങ്ങൾ മാത്രമല്ല അല്ലേ? വയലുകൾ എന്ന് പറയുന്നത് കേവലം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രങ്ങളാണോ? അല്ല, അവ നമ്മുടെ ആവാസ വ്യവസ്ഥയുടെ ശ്വാസകോശങ്ങളാണ്. മഴവെള്ള സംഭരണികളായി പ്രവർത്തിച്ച് ഭൂഗർഭ ജലനിരപ്പ് ഉയർത്തുന്നതിലും പ്രകൃതിയുടെ താപനില ക്രമീകരിക്കുന്നതിലും വയലുകൾക്ക് വലിയ പങ്കുണ്ട്. അപ്പോൾ ഇതൊന്നും എഴുതാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യം നിങ്ങൾ മൈൻഡിലേക്ക് വരും. നിങ്ങൾ വിചാരിക്കുക, എനിക്കിതൊന്നും മനസ്സിലാവില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊക്കെ കേൾക്കുന്ന സമയത്തും നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. അപ്പോൾ എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറേ പോയിൻ്റ് നിങ്ങളുടെ തലയിലുണ്ടാവും. ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു അല്ലെ, ക്രമീകരിക്കുന്നതിലും വയലുകൾക്ക് വലിയ പങ്കുണ്ട്. എന്നാൽ അനിയന്ത്രിതമായി, അതായത് നിയന്ത്രണമില്ലാതെ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി വയലുകൾ നികത്തുമ്പോൾ അത് കുടിവെള്ളക്ഷാമം, രൂക്ഷമായ വെള്ളപ്പൊക്കം, ആഗോളതാപനം തുടങ്ങിയ വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നു. കാർഷിക മേഖല നേരിടുന്ന തകർച്ചയും പരിസ്ഥിതി നാശവും നാളത്തെ തലമുറയുടെ അതിജീവനത്തെ തന്നെ ചോദ്യം ചെയ്യുന്നു. പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള ഒരു വികസനവും ശാശ്വതമല്ല. നമ്മൾ പ്രകൃതിയെ നശിപ്പിച്ചുകൊണ്ടുള്ള എന്തൊരു തരത്തിലുള്ള വികസനം ആയിക്കോട്ടെ, എന്ത് കെട്ടിപ്പൊക്കിയാലും അതൊന്നും ശാശ്വതമല്ല. അതായത് അതൊക്കെ ടെമ്പററിയാണ്, പെർമനൻ്റ് അല്ല. മണിമേടങ്ങളും നഗര സൗകര്യങ്ങളും നമുക്ക് ആവശ്യമാണെങ്കിലും, അതൊക്കെ നമുക്ക് ആവശ്യമാണ്, അത് പ്രകൃതിയുടെ തുലാസ തകർന്നു കൊണ്ടാവരുത്, അതായത് പ്രകൃതിയുടെ ഒരു നിയന്ത്രണം തകർത്ത് കൊണ്ടാവരുത്. പച്ചപ്പിനെയും കാർഷിക സംസ്കാരത്തെയും നിലനിർത്തിക്കൊണ്ടുള്ള സുസ്ഥിര വികസനമാണ് ഇന്നിൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ആവശ്യം. അതിനാൽ ഇനി ശേഷിക്കുന്ന വയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരാകണം. അതായത് നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് പോരാടണം എന്നൊക്കെ നിങ്ങൾക്ക് എഴുതാം. അപ്പം ഇതുപോലെ എഴുതണമെന്ന് ഒന്നുമല്ല. അപ്പോൾ നമ്മൾ നമ്മുടെ വാക്കുകളിൽ അത് കുറച്ചും കൂടി ഭംഗി കൂട്ടി എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ച് നല്ല വാക്കുകളും കുറച്ച് നല്ല പോയിൻറ്റുകളൊക്കെ നമ്മൾ പാഠഭാഗത്ത് നിന്നൊക്കെ പഠിച്ചു വെക്കുകയാണെങ്കിൽ എക്സാം എഴുതുന്ന സമയത്ത് നമ്മുടെ മൈൻഡിലേക്ക് വരും. നമുക്ക് എഴുതാനൊക്കെ കുറച്ച് എളുപ്പം. ചില സമയത്ത് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഐഡിയകളൊന്നും വരാണ്ട് സ്റ്റെക്കായി പോകുന്ന അവസ്ഥ വരാറുണ്ട് അല്ലേ? ഉള്ളവരൊക്കെ കമൻറ്റ് ബോക്സിലൂടെ പറയാം. അപ്പോൾ നിങ്ങൾക്കൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് നന്നായി പാഠഭാഗം വായിക്കുക, കൂടുതൽ പോയിൻറ്റുകൾ നേടുക, കൂടുതൽ ഇങ്ങനെ വായിക്കുക അല്ലെങ്കിൽ കേൾക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയ തലയിൽ വരും. അപ്പോൾ ഈ ഒരു പാഠത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരാനാണ്. ഓക്കെ, അടുത്തതായിട്ട് നമുക്ക് ആസ്വാദനക്കുറിപ്പാണ് കേട്ടോ. നക്ഷത്ര തിളക്കം. മാമു ഉണ്ടും മതിയായപ്പോൾ ദിയമോൾ കൈ ഒരൊറ്റ കുടച്ചിൽ. കയ്യിലും പാത്രത്തിലും ഉണ്ടായിരുന്ന വറ്റെല്ലാം ചിന്നിച്ചെതിരെ. അമ്മയ്ക്ക് അത് കണ്ട് ദേഷ്യം വന്നു. എന്താ അമ്മയുടെ ദിയക്കുട്ടി കാട്ടിയത്? മാമു ഇങ്ങനെ തട്ടിത്തെറിപ്പിക്കുകയോ? മാമു ഞാൻ എന്താ ഫുഡാട്ടോ, ഇവിടെയൊക്കെ വൃത്തികേടായില്ലേ? ദിയമോൾ പരാതി ശ്രദ്ധിച്ചതേയില്ല. കറുത്ത സിമൻ്റ് ഇട്ട നിലത്ത് ചിന്നിച്ചിതറി കിടക്കുന്ന ചോറിൻ്റെ വറ്റുകളാണ് അവൾ നോക്കി നിന്നത്. അമ്മ നല്ല ഭംഗിയുണ്ടില്ലേ, കറുത്ത ആകാശത്തിലെ നക്ഷത്രം പോലെ. അവൾ വിടർന്ന് ചിരിച്ചു, കണ്ണുകൾ നക്ഷത്ര തിളക്കത്തോടെ. ഗീതാഞ്ജലി. കഥ വായിച്ചു നോക്കിയല്ലോ, ആസ്വാദനം തയ്യാറാക്കുക. ഇവിടെ നമുക്ക് കഥ തന്നിട്ടുണ്ട് അല്ലേ. നമ്മുടെ ദിയമോൾ എന്ത് ചെയ്തു? വറ്റൊക്കെ അല്ലേ
മാമൂല വറ്റമൊക്കെ എന്താക്കി നിലത്ത് വിതറിയിട്ടു. അപ്പം നിലം എന്ന് പറയുന്ന ഒരു കറുത്ത നിറമാണ്. അപ്പം അമ്മയ്ക്കിത് കണ്ടിട്ട് ദേഷ്യം പിടിച്ചു അല്ലേ, വൃത്തികേടായില്ലേ, അതുകൊണ്ട് അമ്മയ്ക്ക് ദേഷ്യം പിടിച്ചു. പക്ഷേ ദിയമോൾ എന്താ ശ്രദ്ധിച്ചത്, ഒരു ആകാശത്തിൽ നക്ഷത്രമുള്ള പോലെയാണ് ആ ഒരു കറുത്ത വരാന്തയിൽ അല്ലെ കറുത്ത ആ ഒരു നിലത്ത് ഇങ്ങനെ വറ്റുകൾ, വെള്ള നിറത്തിലുള്ള വറ്റുകൾ കണ്ടപ്പം ദിയമോൾക്ക് തോന്നിയത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടില്ലേ, നമുക്ക് നമ്മുടെ പാഠഭാഗങ്ങളായിട്ടൊന്നും ബന്ധപ്പെട്ടതായിരിക്കില്ല നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ തരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം 1-2 തവണ നമുക്ക് തന്നിരിക്കുന്നത് വായിക്കുക, കവിതയാണെങ്കിൽ കവിത 2-3 തവണ വായിക്കുക, എന്താണ് അതിൻ്റെ ആശയം എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് നമ്മൾ അതിനെക്കുറിച്ച് എഴുതുക. ആശയം കുറച്ചും കൂടി വിപുലീകരിച്ച് അതിനെ കുറച്ചും കൂടി ഒന്ന് നന്നാക്കിയിട്ട് നമ്മൾ എഴുതാനായിട്ട് ശ്രമിക്കുക. കൂടാതെ നമ്മുടെ പാഠഭാഗത്ത് പഠിക്കുന്ന കവിതകളുടെയൊക്കെ ആസ്വാദനക്കുറിപ്പും കൂടി നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആസ്വാദനക്കുറിപ്പ് നോക്കിയാൽ എപ്പോഴും പറയുന്നത് പോലെ എന്ത് വേണം, തലക്കെട്ട് വേണം. കുട്ടിക്കണ്ണുകളിലെ നക്ഷത്രത്തിളക്കം. എം ഗീതാഞ്ജലി എഴുതിയ നക്ഷത്രത്തിളക്കം എന്ന കഥാഭാഗം കുട്ടികളുടെ നിഷ്കളങ്കമായ ഭാവനാ ലോകത്തെയും അവരുടെ കാഴ്ചപ്പാടുകളെയും വളരെ മനോഹരമായി ആവിഷ്കരിക്കുന്നു. അപ്പം നമുക്ക് ഏതൊരു കവിത തന്നാലും ആദ്യം നമ്മൾ അതിൽ തന്നിരിക്കുന്ന കവിതയാണെങ്കിലോ കഥയാണെങ്കിലോ അതിൻ്റെ തലക്കെട്ടും അതിൻ്റെ പേരും അതുപോലെ തന്നെ അത് എഴുതിയ ആളെയും കൂടി പരിചയപ്പെടുത്തിയിട്ട് വേണം ആദ്യം എഴുതാൻ. ഇവിടെ കണ്ടില്ലേ, എം ഗീതാഞ്ജലി എഴുതിയ നക്ഷത്രത്തിളക്കം എന്ന കഥാഭാഗം. അങ്ങനെ തുടങ്ങിയിട്ടില്ലേ, അങ്ങനെ പറഞ്ഞിട്ടില്ലേ നമ്മൾ തുടങ്ങുന്നത്. മുതിർന്നവരുടെ ലോകവും കുട്ടികളുടെ ലോകവും തമ്മിലുള്ള വ്യത്യാസമാണ് ഈ കൊച്ചു കഥയിലെ പ്രധാന പ്രമേയം. അപ്പോൾ നമ്മൾ വേഗം ആശയവും മനസ്സിലാക്കി. ആശയം എന്താ, കുട്ടികളുടെ ലോകം മുതിർന്നവരുടെ ലോകം തമ്മിലുള്ള വ്യത്യാസമാണ്. ഇങ്ങനെ ഒരു പാരഗ്രാഫിൽ എഴുതുക, എന്നിട്ട് 2-3 വരി വിട്ടിട്ട് അടുത്ത പാരഗ്രാഫിൽ നമ്മൾ എന്താണ് എഴുതേണ്ടത് നോക്കാം. ചോറുപാത്രം തട്ടിത്തെറിപ്പിച്ച് ചുറ്റും അഴുക്കുണ്ടാക്കിയ ദിയമോളോട് അമ്മയ്ക്ക് ദേഷ്യം തോന്നുന്നത് സ്വാഭാവികമായ ഒരു മുതിർന്ന വ്യക്തിയുടെ പ്രതികരണമാണ്. എന്നാൽ താൻ ചെയ്ത തെറ്റിനെക്കുറിച്ചോ അമ്മയുടെ ദേഷ്യത്തെക്കുറിച്ചോ ദിയമോൾ ചിന്തിക്കുന്നതേ ഇല്ല. കറുത്ത സിമൻ്റ് നിലത്ത് ചിതറിക്കിടക്കുന്ന വെളുത്ത ചോറുമണികളിൽ അവൾ കണ്ടത് രാത്രിയിലെ കറുത്ത ആകാശത്ത് തിളങ്ങി നിൽക്കുന്ന വെള്ള നക്ഷത്രയാണ്. ആ കൊച്ചുകുട്ടിയുടെ ഭാവനയും നിഷ്കളങ്കതയും വായനക്കാരൻ്റെ മനസ്സിനെ സ്പർശിക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു കഥയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് നന്നാക്കി എഴുതി. ഓക്കെ, കഥയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണോ അതിനൊന്ന് നമ്മൾ നന്നാക്കി എഴുതിയതാണ്. അമ്മയ്ക്ക് ഇങ്ങനെയാണ്, അമ്മ ദേഷ്യപ്പെട്ടത് എന്താകൊണ്ടാണ്, ദിയമോൾക്ക് എന്താണ് തോന്നിയത്, അതൊക്കെയാണ് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ എഴുതിയിട്ടുള്ളത്. അടുത്ത പാരഗ്രാഫ് നോക്കിക്കേ. ഇനി നമ്മൾ ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതാക്കി അതിൻ്റെ അവസാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. തികച്ചും ലളിതമായ ഭാഷയും സന്ദർഭത്തിന് അനുയോജ്യമായ സംഭാഷണങ്ങളുമാണ് ഈ കഥയുടെ സവിശേഷത. നമ്മൾക്ക് ഒരു കവിതയെ കുറിച്ചാണെങ്കിൽ നല്ല ലളിതമായ വരികളാണ്, ആശയമുള്ള വരികളാണ് അല്ലേ, നല്ല അർത്ഥമുള്ള വരികളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വാക്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ എഴുതാൻ പറ്റുന്നത് അതൊക്കെ എഴുതുക കേട്ടോ. അപ്പോൾ തികച്ചും ലളിതമായ ഭാഷയും സന്ദർഭത്തിന് അനുയോജ്യമായ സംഭാഷണങ്ങളുമാണ് ഈ കഥയുടെ സവിശേഷത. കറുത്ത ആകാശത്ത് നക്ഷത്രം പോലെ എന്ന കുട്ടിയുടെ ഭാഷ പ്രയോഗം കഥയ്ക്ക് കൂടുതൽ ജീവൻ നൽകുന്നു അല്ലേ. കുട്ടിയുടെ ഒരു ഭാഷ അല്ലേ, കറുത്ത ആകാശത്ത് നക്ഷത്രം പോലെ. ഓക്കെ, സാധാരണമായ ഒരു വീട്ടു സന്ദർഭത്തെ പോലും കവിത തുളുമ്പുന്ന അനുഭവമാക്കി മാറ്റാൻ എഴുത്തുകാരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഴുത്തുകാരിയെക്കുറിച്ചൊന്ന് പറഞ്ഞു. കുട്ടികൾ ലോകത്തെ കാണുന്നത് മുതിർന്നവരുടെ യുക്തി വെച്ചല്ല. അപ്പോൾ കുട്ടികൾ ലോകത്തിനെ കാണുന്നത് മുതിർന്നവർ കാണുന്ന പോലെയാണോ? എല്ലാം, മറിച്ച് അതിരുകളില്ലാത്ത കാൽപ്പനികതയും നിഷ്കളങ്കതയും കൊണ്ടാണെന്ന് ഈ ആസ്വാദനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതുപോലെ കട്ടിയുള്ള വാക്കുകളൊന്നും എഴുതാൻ അറിയില്ലെങ്കിലും നിങ്ങൾ നിഷ്കളങ്കമായി അല്ലെങ്കിൽ വളരെ ലളിതമായിട്ടാണ് കുട്ടികൾ കാണുന്നത് എന്ന് എഴുതുക. അവരുടെ കുഞ്ഞു മനസ്സുകളിലെ അത്ഭുതങ്ങളെയും ചിന്തകളെയും മനസ്സിലാക്കാൻ മുതിർന്നവർ ശ്രമിക്കണം എന്ന വലിയൊരു സന്ദേശം കൂടി ഈ കൊച്ചു കഥ നൽകുന്നുണ്ട്. ഇങ്ങനെ പറയാമല്ലോ അല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു നല്ല ചെറിയൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. ആസ്വാദനക്കുറിപ്പൊക്കെ നമുക്കൊരു 5-6 മാർക്കിൻ്റെ ചോദ്യമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചിലപ്പോൾ ഒരു പേജോ 1.5 പേജൊക്കെ എഴുതേണ്ടതായിട്ട് വരും. ഓക്കെ, ഇനി നമ്മുടെ അവസാന പ്രവർത്തനമാണ് കഥാരചന. ഇനി ഇത് ആവർത്തിക്കരുത്. മാഷ് ദേഷ്യത്തോടെ നന്ദുവിനെ നോക്കി. എന്നും താമസിച്ചേ നീ വരൂ. അവനൊന്നും മിണ്ടിയില്ല, മുഖം കുനിച്ചു നിന്നു. കവിളിരുണ്ട മിഴിത്തുള്ളികൾ അവൻ്റെ പാദത്തിൽ വീണുടഞ്ഞു. എന്താണ് എന്നും നന്ദു വൈകാൻ കാരണം? നന്ദുവിൻ്റെ കഥ തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, നന്ദു ക്ലാസ്സിലേക്ക് വൈകി വന്നു. അപ്പോൾ മാഷ് അവനെ ചീത്ത പറയുന്നുണ്ട്. നന്ദു എന്തായിരിക്കും വൈകാൻ കാരണം? അപ്പോൾ അങ്ങനെയുള്ള പിന്നിലെ സ്റ്റോറീസാണ് നമ്മൾ എഴുതേണ്ടത് അല്ലേ, കഥ തയ്യാറാക്കണം. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഓരോരുത്തരും ഓരോ കഥയായിരിക്കും എഴുതല്ലേ. നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്ന കഥ വ്യത്യസ്തമായിരിക്കും, കാരണം വ്യത്യസ്തമായിരിക്കും അല്ലേ. ആണ്, അപ്പോൾ ഓരോരുത്തരും ഓരോ കഥയായിരിക്കും എഴുതുക. അപ്പോൾ നമ്മൾ എത്ര ഭംഗിയിൽ എത്ര നല്ല രീതിയിൽ എഴുതുന്നു അതിനായിരിക്കും അവിടെ മാർക്ക് കിട്ടുക. അപ്പോൾ നമുക്കിവിടെ ഒരു കഥ നോക്കിയാലോ. ഈ കഥ ഞാനൊന്ന് വേഗം വായിച്ചു പോവാം. നിങ്ങൾ മനസ്സിലാക്കുക എങ്ങനെയൊക്കെ നമുക്ക് കഥ എഴുതാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ കഥയ്ക്ക് എപ്പോഴും നമ്മൾ തലക്കെട്ട് കൊടുക്കാറില്ല, അതുപോലെ കൊടുക്കുക. നന്ദുവിൻ്റെ കണ്ണീർ കഥ.
മാഷിൻ്റെ വാക്കുകൾ കേട്ട് നന്ദു തല താഴ്ത്തി നിന്നു. ഇനി ഇത് ആവർത്തിക്കരുത് എന്ന് മാഷ് ദേഷ്യത്തോടെ പറഞ്ഞപ്പോഴും നന്ദു ഒരക്ഷരം പോലും തിരികെ പറഞ്ഞില്ല. അവൻ്റെ നിശബ്ദതയ്ക്ക് പിന്നിൽ വലിയൊരു സങ്കടക്കടൽ ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. എന്നും ക്ലാസ്സിൽ വൈകിയെത്തുന്നതിന് മാഷിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും കളിയാക്കലുകളും വഴക്കും കേൾക്കുക എന്നത് അവൻ്റെ ദിനചര്യയായി മാറിയിരുന്നു. പക്ഷേ തൻ്റെ വൈകലിന് പിന്നിലെ കാരണം ആരെയും അറിയിക്കാൻ അവൻ ആഗ്രഹിച്ചിരുന്നില്ല. 6ാം ക്ലാസ്സുകാരനായ നന്ദുവിൻ്റെ വീട്ടിലെ സാഹചര്യം വളരെ ദയനീയമായിരുന്നു. അതായത് വളരെ മോശമായിരുന്നു. അവൻ്റെ അച്ഛൻ രോഗബാധിതനായി കിടപ്പിലാണ്. അമ്മ കൂലിവേലിക്ക് പോയാണ് കുടുംബം പുലർത്തുന്നത് അല്ല നോക്കുന്നത്. എന്നും രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുൻപ് നന്ദുവിന് ഒട്ടേറെ ജോലികൾ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അച്ഛന് മരുന്നും വെള്ളവും കൊടുക്കണം, തൊടിയിലെ പശുവിനെ അഴിച്ച് പറമ്പിൽ കെട്ടണം, കൂടാതെ അമ്മയ്ക്ക് അടുക്കളയിൽ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. അതിനുശേഷമാണ് അവൻ തൻ്റെ ദ്രവിച്ചു തുടങ്ങിയ സ്കൂൾ ബാഗുമായി 3 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലേക്ക് നടക്കുന്നത്. പലപ്പോഴും പ്രഭാത ഭക്ഷണം കഴിക്കാൻ പോലും അവന് സമയം കിട്ടാറില്ലായിരുന്നു. അപ്പം നമ്മുടെ നന്ദുവിൻ്റെ ജീവിത സാഹചര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അന്നും രാവിലെ അച്ഛന് പെട്ടെന്ന് ശ്വാസം മുട്ടൽ കൂടിയപ്പോൾ മരുന്ന് വാങ്ങാൻ കടയിലേക്ക് ഓടേണ്ടി വന്നതുകൊണ്ടാണ് അവൻ വൈകിയത്. വയലുടനീളം ഓടിയാണ് അവൻ സ്കൂളിലെത്തിയത്. എന്നാൽ മാഷിൻ്റെ ദേഷ്യത്തോടെയുള്ള ചോദ്യത്തിന് മുന്നിൽ കാരണം പറഞ്ഞ് സഹതാപം പിടിച്ചു പറ്റാൻ അവൻ്റെ അഭിമാനം അനുവദിച്ചില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാലൊരു സഹതാപം വരികയുള്ളൂ ടീച്ചർമാർക്കും കുട്ടികൾക്കൊക്കെ. അപ്പോൾ അത് പിടിച്ചു പറ്റാൻ അവന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല. അവൻ്റെ കവിളിലൂടെ കണ്ണീർ തുള്ളികൾ ഉറ്റുവീണു. വൈകുന്നേരം സ്കൂളിൽ വിട്ടു പോകും വഴി നന്ദുവിൻ്റെ അയൽവാസിയായ രാമേട്ടൻ മാഷിനെ കവലിയിൽ വെച്ച് കണ്ടുമുട്ടി. നന്ദുവിൻ്റെ വീട്ടുവിശേഷങ്ങളും രാവിലെ അവൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും രാമേട്ടൻ മാഷോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ മാഷിൻ്റെ മനസ്സ് പിടഞ്ഞു. നന്ദുവിനോട് ദേഷ്യപ്പെട്ടതിൽ അദ്ദേഹത്തിന് വലിയ കുറ്റബോധം തോന്നി. പിറ്റേന്ന് രാവിലെ നന്ദു പതിവ് പോലെ വൈകി ക്ലാസ്സിലെത്തി. ശിക്ഷ പ്രതീക്ഷിച്ചു നിന്ന് അവൻ്റെ തോളിൽ മാഷ് സ്നേഹത്തോടെ കൈവച്ചു. നന്ദു, എന്നോട് ക്ഷമിക്കണം. മാഷിൻ്റെ ശബ്ദമിടറി. മാഷ് അവനെ ചേർത്ത് പിടിച്ചു. ഇനി അവൻ ഒരിക്കലും വൈകില്ലെന്നും അവന് ആവശ്യമായ എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുമെന്ന് മാഷ് ഉറപ്പു നൽകി. നന്ദുവിൻ്റെ കണ്ണുകൾ അപ്പോൾ സങ്കടത്തിന് പകരം പ്രതീക്ഷയുടെ നക്ഷത്രങ്ങൾ തിളങ്ങി. അപ്പോൾ നമുക്കിതുപോലെയുള്ള ഒരു കഥ എഴുതിയെടുക്കാവുന്നതാണ് അല്ലേ? കുറച്ച് നമ്മൾ ചിന്തിച്ചാൽ മതി, നമുക്കും നല്ലൊരു കഥ ഇതുപോലെ എഴുതാവുന്നതാണ്. എളുപ്പമാണ്, നിങ്ങളെക്കൊണ്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാമിന് ഇതുപോലെയുള്ള ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. ഇത് കഴിഞ്ഞ വർഷത്തെ ചോദ്യമാണ് കേട്ടോ. കഴിഞ്ഞ വർഷം നിങ്ങളുടെ ഓണപരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്കും പ്രതീക്ഷിക്കാം. പാഠഭാഗം നന്നായി വായിക്കുക കേട്ടോ. മലയാളമൊക്കെ നന്നായിട്ട് പാഠഭാഗം വായിക്കുക. ഓരോ പാഠത്തിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുക. നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നമ്മൾ നന്നായി എഴുതിയാൽ നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റാവുന്നതേ ഉള്ളൂ. നിങ്ങളെക്കൊണ്ട് പറ്റും. 6ാം ക്ലാസ്സിൻ്റെ എല്ലാ പാഠഭാഗങ്ങളുടെ വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പറുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.